നിന്നെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എടാ, ഒരു 3-4 കൊല്ലം മുമ്പ് ഈ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് ഒരു കാലത്തും രക്ഷപ്പെടാൻ പോണില്ലാന്ന് ദീർഘവീക്ഷണത്തിലൂടെ മനസ്സിലാക്കി പറഞ്ഞപ്പോ നീയൊക്കെ എന്നെ പ്ലാസ്റ്റിക് ഫാനാക്കി. എന്നിട്ട് ഇപ്പൊ നീയൊക്കെ എന്താ ചെയ്യുന്നത്? എന്ത്? ഇപ്പൊ നീയെ കിടന്ന് വിമർശിക്കുന്നുണ്ടല്ലോ, അതെന്തിരി? നിനക്കൊക്കെ എന്തും ആകാന്നാ? എടാ, ഇതിൽ നീയും ഞാനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്നാ കേക്കട്ടെ. ടീം മോശം അവസ്ഥയിൽ നിന്നപ്പോ ഇവരൊന്നും രക്ഷപ്പെടില്ല എന്നും പറഞ്ഞ് മൂടും തട്ടി പോയവനാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. പിന്നെ ഇപ്പൊ ഞങ്ങൾ വിമർശിക്കുന്നത് മാനേജ്മെന്റിനെയും ചില തീരുമാനങ്ങൾക്കെതിരെയാണ്. അതൊരിക്കലും ഈ ക്ലബിനെ തകർക്കാനല്ല, മറിച്ച് തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത കളി മോഹൻ ബഗാനെതിരല്ലേ? അവന്മാര് പന്നിക്കിടുമ്പോ തകർന്നോളൂ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വ്യത്യാസം. എത്ര പ്രതീക്ഷയില്ലാത്ത മത്സരമാണെങ്കിലും, എത്ര ശക്തന്മാർക്കെതിരെ ഇറങ്ങുന്ന മത്സരമാണെങ്കിലും ഇതും വിജയിക്കുമെന്ന വിശ്വാസത്തോടെ ഞങ്ങളത് കാണും. അല്ലാതെ തോക്കുന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയില്ല. അതിലെനിക്ക് ഒരു ഖേദമില്ല. എന്നാൽ ഒരു കാര്യം കൂടെ പറയാം. ഈ മോശം അവസ്ഥയിലും പ്രതീക്ഷ കൈവിടാതെ കാത്തിരുന്ന കുറച്ച് ആളുകളുണ്ട്. ഈ സീസൺ എന്ന് പറയുന്നില്ല, പക്ഷെ എന്നെങ്കിലും ഈ ടീമിന് ഒരു നേട്ടം ഉണ്ടായാൽ അത് കാണാൻ കയ്യോ അടിച്ച് നിന്നെപ്പോലുള്ള കുറേ പേര് വരും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അന്ന് ആ വിജയം കണ്ട് കണ്ണ് നിറയുമ്പോൾ ആ കണ്ണീരിനൊരു മധുരം ഉണ്ടാവും. അതിൻ്റെ സ്വാദ് ഈ അവസ്ഥയിലും കൂടെ നിന്നവർക്ക് മാത്രമേ ആസ്വദിക്കാൻ പറ്റൂ. സ്ട്രിക്ട്ലി ഫോർ ദ ലോയൽ വൺസ്. പ്രശ്നങ്ങൾ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ മുഴുവൻ ഫാൻ ഗ്രൂപ്പുകളും അവരുടെ പ്രതിഷേധങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. പരിശീലകനും മാനേജ്മെന്റിനും അത്രയേറെ പ്രഷറാണ് ഇപ്പോൾ ഉള്ളത്. സോഷ്യൽ മീഡിയയിൽ വരുന്ന ട്വീറ്റുകൾക്കും കമന്റുകൾക്കും മറുപടി എഴുതി തളരാൻ താല്പര്യമില്ലാത്ത മാനേജ്മെന്റിന് ഇനി ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ വായടപ്പിക്കാൻ ഒരു വഴി മാത്രമേ മുന്നിലുള്ളൂ. അത് അടുത്ത മത്സരം വിജയിക്കുക എന്നതാണ്. അതെ, വിജയക്കൊടി പാറിച്ച് പ്രതിഷേധിക്കുന്നവരുടെ അണ്ണാക്കിലടിച്ചു കൊടുക്കാൻ ബ്ലാസ്റ്റേഴ്സ് കയറി ചെല്ലുന്നത് മോഹൻ ബഗാന്റെ മടിയിലേക്കാണ്. ദോഷം പറയരുതല്ലോ നിഖിൽ സാർ, നിങ്ങളുടെ ടൈം നല്ല ബെസ്റ്റ് ടൈമാണ്. അതെന്താ, ഇത് ഫുട്ബോൾ അല്ലേ? 90 മിനിറ്റിൽ എന്തും സംഭവിക്കാം. മോഹൻ ബഗാൻ അങ്ങനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ലല്ലോ. ഇത് മച്ചു പിന്നല്ല, മോഹൻ ബഗാനൊക്കെ നമ്മൾ മലത്തി അടിക്കും. നമ്മുടെ ടീം ഡബിൾ സ്ട്രോങ് ആണ്. അതാണ് സാധനം. പക്ഷേ ആരാധകരുടെ പകുതിയുടെ പകുതി കമ്മിറ്റ്മെന്റും സ്പിരിറ്റ് പോലും ഈ മാനേജ്മെന്റിന് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു മത്സരം വിജയിക്കുക എന്ന് പറയുന്നത് ഒരു വൈൽഡ് ഡ്രീം. ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദിസ്. 10 മത്സരത്തിൽ നിന്നും 7 മത്സരം വിജയിച്ച് 2 സമനിലയും 1 തോൽവിയുമായിട്ട് 1ാം സ്ഥാനത്താണ് മോഹൻ ബഗാൻ നിൽക്കുന്നത്. മോഹൻ ബഗാന്റെ ആ ഒരു തോൽവി ബാംഗ്ലൂർ എഫ് സിക്ക് എതിരെയായിരുന്നു. അതായത് നിലവിൽ ടേബിളിൽ 2ാം സ്ഥാനം നിൽക്കുന്ന ബാംഗ്ലൂർ എഫ് സിക്ക് എതിരെ. നിലവിലെ സ്റ്റാറ്റിക്സിൽ ഏറ്റവും ശക്തരായ ടീം മാത്രമാണ് മോഹൻ ബഗാനെ ഇതുവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളൂ. മോഹൻ ബഗാൻ ഇതുവരെ 19 ഗോളുകൾ അടിച്ചപ്പോൾ വഴങ്ങിയത് വെറും 8 ഗോളുകൾ മാത്രമാണ്. അതിൽ കഴിഞ്ഞ 3 മത്സരങ്ങളിലും അവർ ക്ലീൻ ഷീറ്റോട് കൂടിയാണ് വിജയിച്ചിട്ടുള്ളത്. ഇതേ സമയം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് 17 ഗോളുകൾ അടിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് വെരി ഗുഡ്. പക്ഷേ 21 ഗോളുകളാണ് വഴങ്ങിയത്. അതായത് ഇതുവരെയുള്ള സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ വഴങ്ങിയ ഒരു ടീം അത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഡിഫൻസ് നിര ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. തുടക്കത്തിലെ കുറച്ച് മത്സരങ്ങളിൽ മോഹൻ ബഗാൻ അവരുടെ ഫോർമേഷൻ ഒന്ന് സെറ്റിൽ ചെയ്യാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. പക്ഷേ ഇപ്പോ അവർക്കൊരു സ്ട്രോങ്ങസ്റ്റ് ലൈനപ്പ് തന്നെ ഉണ്ട്. നിലവിൽ 4-2-3-1 എന്ന് പറയുന്ന ഫോർമേഷനിലാണ് മോഹൻ ബഗാൻ കളിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഫോർമേഷൻ, ഇറ്റ്സ് ഓൾ അബൌട്ട് പ്ലേയേഴ്സ്. മുൻ മെൽബൺ സിറ്റി ഗോൾ വേട്ടക്കാരനായ ജാമി മെക്ലാറിനെ മുൻനിർത്തിയാണ് മോഹൻ ബഗാൻ അവരുടെ പടയൊരുക്കം തുടങ്ങിയിട്ടുള്ളത്. ഒപ്പം ദിമിത്രിയോസ് പെട്രറ്റോസ്, ജെയ്സൺ കമ്മിൻസ് ആൻഡ് ഗ്രെഗ് സ്റ്റുവർട്ട്, ഈ വിദേശ നിരയാണ് മോഹൻ ബഗാന്റെ മുന്നേറ്റ നിരയിൽ കരുത്ത്. ജാമി ആൻഡ് പെട്രറ്റോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജെയ്സൺ കമ്മിൻസും ഗ്രെഗ് സ്റ്റുവർട്ടും ബെഞ്ചിലിരിക്കും. അതായത് കളത്തിൽ ഇറങ്ങിയതും ബെഞ്ചിലിരിക്കുന്നതും മാറ്റം ബോംബുകളാണ്. മോഹൻ ബഗാന്റെ ബെഞ്ച് സ്ട്രെങ്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ നിരക്കപ്പുറം ഇന്ത്യൻ മുന്നേറ്റ നിര ലിസ്റ്റൺ, അപ്പൂയ, മൻവീർ, ആഷിഖ് കുർണിയൻ, സഹൽ, അബ്ദുൾ സമദ്. ഇതിൽ ലിസ്റ്റൺ കൊലാസോ തന്റെ എക്സ്ട്രീം പ്രൈമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ എക്കാലത്തെയും മികച്ച സ്ട്രൈക്കർ ആയിട്ടുള്ള മൻവീർ സിംഗ് കഴിഞ്ഞ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനെതിരെയും ഒരു ബാങ്ങർ ഗോൾ നേടി. അതായത് പറഞ്ഞു വരുന്നത് അവരെല്ലാം നല്ല കട്ട ഫോമിലാണെന്നാണ്. പിന്നെ കഴിഞ്ഞില്ല, ഡിഫൻസ് ആണ് അതിനേക്കാൾ സീൻ. ടോം ആൽഡ്രഡ് ആൻഡ് ആൽബർട്ട് റോഡ്രിഗോസ് എന്ന 2 വിദേശ സെന്റർ ബാക്കുകൾ. ഒപ്പം ഇന്ത്യയിലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് ഡിഫൻഡർ ആയിട്ടുള്ള സുഭാഷിഷ് ബോസ്, ആശിഷ് റായ്, ദിപേന്ദു ബിശ്വാസ്. ഇനി ഈ ഡിഫൻഡേഴ്സിനെ എല്ലാം കടന്നു പോയാലും വിശാൽ ഖേത്ത് എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പർ കൂടെ ബാക്കിയുണ്ട്. മച്ചാനെ, നമ്മൾ ജയിക്കല്ലോ അല്ലേ? അപ്പൊ അതാണ് സംഭവം. പക്ഷെ മോഹൻ ബഗാനെ പരാജയപ്പെടുത്താൻ ബ്ലാസ്റ്റേഴ്സിന് പ്രയോഗിക്കാവുന്ന ഒരു ടാക്ടിക്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇതില്ലേ, അങ്ങനെ സൈഡിൽ കൂടെ പാസ് ചെയ്ത് ക്രോസ് എന്ത് ചെയ്യും? ഓക്കെ,
കഴിഞ്ഞ മത്സരം കഴിഞ്ഞ് മിലോസ് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിയെ കളത്തിൽ ഇറക്കാത്തതിന്റെ പ്രതിഷേധമാണ് അത് എന്ന് നമുക്ക് അനുമാനിക്കാം. ബട്ട് ദ റിയാലിറ്റി ഈസ് മിലോസ് ആണെങ്കിലും അലക്സാണ്ടർ കോയ്ഫ് ആണെങ്കിലും ഇതുവരെ കണ്ട ഒരു ഡിഫൻസ് നിര വളരെ ആവറേജ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഞാനൊരു സജഷൻ പറയാം. പ്രീതം ഹോർമി, നവോച്ച ആൻഡ് പ്രബീർ ദാസ് ഒരു കംപ്ലീറ്റ് ഇന്ത്യൻ ഡിഫൻസ് നിര. യെസ്, പ്രീതം കോട്ടാലിന്റെ ഒരുപാട് ഇൻഡിവിജ്വൽ റേസ് നമുക്ക് പണി തന്നിട്ടുണ്ട്. പക്ഷേ ഈ മത്സരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് മോഹൻ ബഗാനെതിരെയാണ് നമ്മൾ കളിക്കുന്നത്. ഈ മോഹൻ ബഗാനെതിരെ പ്രീതം കോട്ടാൽ ആൻഡ് പ്രബീർ ദാസ് സാധാരണ ഒരു മത്സരം കളിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല കളിക്കുക. ഫുട്ബോളിന് അപ്പുറത്തേക്ക് ഇവർക്ക് ഇതിലൊരു ഇമോഷൻ ഉണ്ട്. സോ ഈ ഒരു മത്സരം അവർ അത്രയും പേഴ്സണൽ ആയിട്ടാണ് കാണുന്നത്. സോ ആ ഒരു ഇമോഷൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു ഇരട്ടി പവർ കാണാൻ പറ്റുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ഇത് നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളത് കൊണ്ട്. സോ ഇറ്റ്സ് എ വൈൽഡ് ഗസ്. അപ്പോൾ ഒരു ഇന്ത്യൻ ഡിഫൻസ് നിരയെ നമുക്ക് ഇങ്ങനെ അണിനിരത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വിദേശ താരത്തെ കൂടെ മുന്നേറ്റത്തിൽ അഫോർഡ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ 4-4-2 എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ ഇംപ്ലിമെന്റ് ചെയ്ത് പെപ്ര ഹിമിനസ് കോംബോ മുന്നേറ്റ നിരയിൽ കളിപ്പിച്ച് ലൂണയും നോവയും മധ്യനിരയിലേക്ക് വരുന്ന ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫുൾ പവറിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാം. പക്ഷെ അങ്ങനെ ഒരു 11 ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ബെഞ്ച് സ്ട്രെങ്ത് അല്ലെങ്കിൽ കളി മാറ്റിമറിക്കാൻ പോകുന്ന ഒരു താരം സൈഡ് ബെഞ്ചിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രധാന ഒരു പ്രശ്നം. സോ ദ ഡിസിഷൻ ഈസ് ഓൾ അബൌട്ട് ദ കോച്ച്. നമുക്കത് കണ്ടറിയാം. ആൻഡ് വിപിൻ മോഹനൻ ഇൻജോർഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ കളിക്കുന്നുണ്ടായില്ല. ഐമൻ ആൻഡ് അസർ എവിടെയാണെന്ന് അറിയില്ല. സോ ഈ ഒരു സാഹചര്യത്തിൽ ഡാനിഷ് ഫറൂഖ് തന്നെയായിരിക്കും മധ്യനിരയിൽ പ്ലേസ് ചെയ്യപ്പെടുക. വാട്ട് എവർ, ഈ ഒരു മത്സരത്തിൽ സാധാരണ രീതിയിൽ ഒപ്പോണൻസിനെ മനസ്സിലാക്കാത്ത ഒരു ലൈനപ്പും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം നമ്മൾ അനുഭവിക്കേണ്ടി തന്നെ വരും. ആൻഡ് ഫോർ നൗ ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥയിൽ പ്രശ്നങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പരാജയം കൂടെ നേരിട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും ആളിക്കത്തും. കുറെ കാലത്തിന് ശേഷമാണ് പ്രതീക്ഷ തീരെയില്ലാത്ത ഒരു മത്സരത്തെ നമ്മൾ സമീപിക്കുന്നത്. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് ഈ മത്സരം ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് പരിശീലകനും പ്ലെയേഴ്സിനും മാനേജ്മെന്റിനും ഒരു പുത്തൻ ഉണർവേകും. ഇനി പരാജയപ്പെട്ടാൽ അപ്പോഴും ഈ കൂട്ടർക്ക് ഒരു പുത്തൻ ഉണർവേകും. അപ്പൊ എന്തായാലും ഈ പ്രശ്നങ്ങളും പ്രതിഷേധവും പരാജയവും ഒക്കെ നല്ലതിനാണ് എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ മത്സരം കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ